യേശുവിലേറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും ദൈവാനുഗ്രഹത്തോടും കൂടെ നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാം. നിങ്ങൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ഈ സമയം പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിലൂടെ നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ആയുസ്സിന്, ആരോഗ്യത്തിന്, ഈ നല്ല സമയത്തെ ഓർത്ത്, സാഹചര്യത്തെ ഓർത്ത് ഒക്കെയും നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. കർത്താവേ, ഈ വചനം കേൾക്കുവാൻ ഇപ്പോൾ ആയിരിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒത്തിരി പ്രാർത്ഥനാ നിയോഗങ്ങൾ പ്രാർത്ഥിക്കാനായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. കുടുംബ സമാധാനമില്ലാതെ വലിയ വഴക്കിലും അകൽച്ചയിലും കഴിയുന്നവർ, മക്കളെയോർത്ത് ഭാരപ്പെടുന്നവർ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. മാരക രോഗപീഠകളിലായിരിക്കുന്നവർ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. വഴിതെറ്റിപ്പോയ മക്കളെ ഓർത്ത് വിഷമിക്കുന്ന മാതാപിതാക്കൾ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളെ എന്തുകൊണ്ടാണ് പ്രാർത്ഥനയിൽ അനുസ്മരിക്കാത്തത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞങ്ങളെ എന്താണ് ഓർക്കാത്തത്? ആരെയെങ്കിലും എവിടെയെങ്കിലും പ്രാർത്ഥനയിൽ അവരെ ചേർത്തില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. വാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും കർത്താവെ, പ്രാർത്ഥന ആവശ്യമുള്ള, ദൈവാനുഗ്രഹം ആവശ്യമുള്ള, സൗഖ്യം ആവശ്യമുള്ള, നന്മ ആവശ്യമുള്ള ഓരോരുത്തരെയും, ഓരോ വ്യക്തികളെയും, കുടുംബങ്ങളെയും, ദേശക്കാരെയും, വിദൂരത്തുള്ളവരെയും സമീപത്തുള്ളവരെയും ഈ വചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഒരുങ്ങുന്നു. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. ഇപ്പോൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ കാരണമാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണമാകട്ടെ. ദൈവം നൽകുന്ന സൗഖ്യവും നന്മയും അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഓർത്ത് വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ മുമ്പിൽ, വിശ്വാസത്തിൻ്റെ മുമ്പിൽ പിശാച് തോക്കും. എന്നാൽ ദൈവവചനം പറയുന്നിടത്തും, ദൈവവചനം ഇപ്പോൾ കേൾക്കുന്ന നിങ്ങളുടെ വീടിനകത്ത് പിശാചിനല്ല സ്ഥാനമുള്ളത്. സർവശക്തനായ ദൈവത്തിന് നിങ്ങളുടെ ഭവനത്തിനകത്തൊരു സ്ഥാനമുണ്ട്. അതുതന്നെ ഒരു അനുഗ്രഹമാണ്, അതുതന്നെ ഒരു നന്മയാണ്, അത് തന്നെ ഒരു വിടുതലാണ്. ഇന്ന് വചനം കേൾക്കുമ്പോൾ അനുഗ്രഹമുള്ള, വളരെ നമ്മളെ സഹായിക്കുന്ന ഒരു വചനം വളരെ കുറഞ്ഞ സമയം നമ്മൾ കേൾക്കുകയാണ്. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നബുക്കദ്നേസർ രാജാവ് 3 ചെറുപ്പക്കാരെ തീച്ചൂളയിൽ ഇടുന്ന ഒരു ഭാഗമുണ്ട്. ദേഷ്യം കൊണ്ട്, അവർ അനുസരിക്കാത്തത് കൊണ്ട് അവരെ തീച്ചൂളയിൽ ഇടുന്ന ഒരു ഭാഗമാണ് എഴുതിയിട്ടുള്ളത്. തീച്ചൂളയിൽ ഇടാൻ തീരുമാനിച്ചു. അതിനുശേഷം കാണുന്നത്, തീച്ചൂളയിൽ നിന്നുകൊണ്ട് അവർ ദൈവത്തിന് കീർത്തനം പാടുന്നത് കാണാൻ പറ്റും. അത്രയും വലിയ പ്രശ്നത്തിലിരുന്ന്, അത്രയും വലിയ പൊള്ളുന്ന അനുഭവത്തിലിരുന്ന് അവർ ഒരുമിച്ച് കീർത്തനം പാടി. ചൂളയുടെ നടുക്ക് ജലകണങ്ങൾ നിറഞ്ഞ ഒരു AC റൂം പോലെയായി. അവിടെ എഴുതിയിട്ടുണ്ട് 23-ാമത്തെ വാക്യം, തീയും വിറകും ഇട്ട് തീച്ചൂളയെ ജ്വലിപ്പിച്ചു അവർ. എന്നാൽ 27-ാമത്തെ വാക്യം, ചൂളയുടെ മധ്യഭാഗം ജലകണങ്ങൾ നിറഞ്ഞ കാറ്റു വീശുന്ന സ്ഥലം പോലെയായി. ആ അഗ്നി അവരെ സ്പർശിച്ചു പോലുമില്ല. ഇനി അടുത്തൊരു കാര്യമാണ്, ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്ത് സംഭവിച്ചു എന്ന് 24-ാമത്തെ വാക്യം എഴുതിയിട്ടുണ്ട്. നബുക്കദ്നേസർ രാജാവ് പരിഭ്രമിച്ച് പിടഞ്ഞെഴുന്നേറ്റ് ചോദിച്ചു, നമ്മൾ 3 പേരെയല്ലേ തീച്ചൂളയിൽ ഇട്ടത്, എറിഞ്ഞത്? എന്നാൽ അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ 4 പേർ നടക്കുന്നത് ഞാൻ കാണുന്നു. 4-ാമത്തവൻ കാഴ്ചയിൽ ദൈവകുമാരനെ പോലെ ഇരിക്കുന്നു. ഇത് പറയാനാണ് ഞാൻ ഇന്ന് ഈ വചനം പറഞ്ഞത്. എന്തോന്നറിയാമോ? 3 പേരെ രാജാവ് തീച്ചൂളയിലിട്ടു. രാജാവ് ഇപ്പോൾ നോക്കുമ്പോൾ 4-മതൊരാൾ അവിടെ ഇറങ്ങി നിൽക്കുന്നത് കണ്ടു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിൽ നിൽക്കുന്നവരെ സഹായിക്കാൻ ദൈവം നേരിട്ടിറങ്ങി വരും.
നിന്റെ കുടുംബത്തെ സഹായിക്കാൻ ദൈവം ദൂതന്മാരെ അയക്കുമെന്നല്ല, ദൈവം നേരിട്ടിറങ്ങി വന്ന് സഹായിക്കുന്ന അനുഭവം ഉണ്ടാവും. നോക്കൂ, ദാനിയേലിനെ ഈ 3 ചെറുപ്പക്കാരെ തീച്ചൂളയിൽ ഇട്ടപ്പോൾ ഇതുപോലെ സഹായിക്കുന്നൊരു ദൈവത്തെ ആ രാജാവ്, ശത്രുക്കളും അവിടെയുള്ള എല്ലാവരും കണ്ടു. ദൈവം എന്നെ സഹായിക്കും, സൂക്ഷിക്കും, സ്നേഹിക്കും എന്നൊക്കെ പറയുന്നവരും കേൾക്കുന്നവരുമാണ്. ഇത് വായിക്കുമ്പോൾ ദൈവം നിന്നെ സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കുമല്ല, എപ്രകാരം ദൈവം നിന്നെ സഹായിക്കും പറയുന്നത്. അത് ഒരു പടി കൂടെ മുകളിലത്തെ ഒരു വളർച്ചയാണ്. ദൈവം എന്നെ സഹായിക്കും, ദൈവം എന്നെ അനുഗ്രഹിക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മളോടും പലരും പറഞ്ഞിട്ടുണ്ട്, നാം പറഞ്ഞിട്ടുമുണ്ട് മറ്റുള്ളവരോട്. എന്നാൽ എൻ്റെ ദൈവം എപ്രകാരം എന്നെ സഹായിക്കുമെന്ന് എത്ര പേർക്കറിയാം? ഈ വചനം വായിക്കുമ്പോൾ ഞാൻ ഈ ഒരു കാര്യമാണ് എൻ്റെ മനസ്സിൽ വന്നത്. ദൈവം ഒരാളെ, ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ എപ്രകാരമാണ് സഹായിക്കുന്നത്? എപ്രകാരമാ? അവർ 3 പേരും പ്രതിസന്ധിയിൽ ആയിരിക്കുമ്പോൾ കുഴപ്പമില്ല, സാരമില്ല എന്ന് പുറത്തു നിന്ന് പറയുന്ന ഒരാളുടെ രൂപത്തിലല്ല, അവരായിരിക്കുന്ന സ്ഥലത്ത് ഇറങ്ങി നിന്ന് അവരെ രക്ഷിക്കുന്ന, സഹായിക്കുന്ന, പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇന്നായിരിക്കുന്നത് ഏത് പൊള്ളുന്ന അനുഭവത്തിലായിക്കൊള്ളട്ടെ, ഏത് പ്രതിസന്ധിയുടെ ഒത്ത നടുക്കാകട്ടെ, എത്ര വലിയ വെല്ലുവിളികൾ ഉണ്ടായിക്കൊള്ളട്ടെ, എന്തെല്ലാം പ്രതികൂലങ്ങൾ നിങ്ങൾക്കുണ്ടായിക്കൊള്ളട്ടെ, ആരൊക്കെ നിങ്ങൾക്കെതിരോ അല്ലെങ്കിൽ എന്തെല്ലാം നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾക്ക് ഉറക്കം പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ അത്ര വലിയ പ്രശ്നത്തിലാണേലും ദൈവം നിനക്ക് വേണ്ടി നിൻ്റെ അടുത്തിറങ്ങി വന്ന് നിന്നെ സഹായിച്ച് പുറത്തു കൊണ്ടുവരും. ഈ അവസ്ഥയിൽ നിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. നിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ദൈവം. ഈ പ്രശ്നത്തിൽ നിന്ന് ഞാൻ പുറത്തു കിടക്കും തോന്നില്ല, അങ്ങനെ പറയരുത്. ഇറങ്ങി വന്ന് നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. രാജാവ് പോലും കാണുവാണ്, സംശയത്തോടെ ചോദിക്കുവാണ്, അല്ല 3 പേരെയല്ല ഇട്ടത്, ഇപ്പോൾ എങ്ങനെയാണ് 4 പേരായത്? 4-മത്തവൻ കാഴ്ചയിൽ ദൈവകുമാരനെ പോലെ ഇരിക്കുന്നല്ലോ, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാ. ഇപ്രകാരമാ ദൈവം നമ്മളെ സഹായിക്കുന്നത്. എൻ്റെ കുടുംബക്കാരനെ സഹായിച്ചില്ല, നാട്ടുകാരനെ സഹായിച്ചില്ല, എൻ്റെ പ്രിയപ്പെട്ടവരെന്നെ സഹായിച്ചില്ല, എൻ്റെ ഭാര്യ വീട്ടുകാരനെ സഹായിച്ചില്ല, ഭർത്തൃ വീട്ടുകാരനെ സഹായിച്ചില്ല, മക്കളെന്നെ സഹായിച്ചില്ല, സാരമില്ല, ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് നിന്നെ സഹായിക്കും. ഈ പ്രതിസന്ധിയിൽ നിന്നെ സഹായിക്കുന്നത് ദൈവമാണ്. എൻ്റെ ദൈവം എന്നെ സഹായിക്കും. ഇന്ന് പ്രാർത്ഥന സ്വീകരിക്കുമ്പോൾ നിങ്ങൾ പറയണം, എൻ്റെ ദൈവം എന്നെ സഹായിക്കുമെന്നാ തോന്നുന്നത് പറയരുത്. എൻ്റെ ദൈവം ചിലപ്പോൾ എന്നെ സഹായിക്കുമായിരിക്കും പറയരുത്. ദൈവം എന്നെ സഹായിക്കും, ദൈവം എൻ്റെ കുടുംബത്തെ സഹായിക്കും. എൻ്റെ ഈ അവസ്ഥയിൽ ആരും സഹായിച്ചില്ലെങ്കിലും എൻ്റെ ദൈവം ഇറങ്ങി വന്ന് എന്നെ സഹായിക്കും. അത് അപ്രകാരമാണ് ദൈവം ഇന്ന് എന്നെ സഹായിക്കാൻ പോകുന്നത്. ദൈവം എന്നെ സഹായിക്കുന്നല്ല, എപ്രകാരം ദൈവം നിങ്ങളെ സഹായിക്കുന്ന ഈ പുസ്തകം പറയുന്നത്. എപ്രകാരം? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്നവരെ ഈ വിധത്തിൽ സഹായിക്കുന്ന അനുഭവങ്ങൾ കൊടുക്കണമേ കർത്താവ്. ഇന്ന് ഡെയിലി ബ്ലെസ്സിങ് വചനം കേൾക്കുമ്പോൾ ദൈവം സഹായിക്കുന്നു മാത്രമല്ല, എപ്രകാരം, എങ്ങനെ, ഏത് വിധത്തിൽ, പുറത്തു നിന്നാണോ അകത്തു നിന്നാണോ ചേർന്ന് നിന്നാണോ, എങ്ങനെയാ ദൈവം സഹായിച്ചത്? ഇറങ്ങി വന്ന് ഒപ്പം നിന്നു. അത്രയും തീച്ചൂളയുണ്ടായിട്ട് പൊള്ളലേറ്റില്ലെന്ന്, അത്രയും പ്രശ്നം ഉണ്ടായിട്ട് നിനക്കൊന്നും അത് തൊട്ടില്ല, ജീവിതത്തെ അത് ബാധിച്ചില്ല. അത് ദൈവം നിന്റെ കൂടെ ഇറങ്ങി നിന്നതുകൊണ്ടാണ്. നമ്മൾ ചിന്തിച്ചു നോക്കൂ, ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇത്രയൊക്കെ നമ്മൾ എത്താൻ കഴിഞ്ഞത് നമ്മളെ ചേർന്ന് നിന്ന് നമ്മളെ സഹായിച്ചൊരു ദൈവമുള്ളതുകൊണ്ടാണ്. ഈ ശുശ്രൂഷ തന്നെ ദൈവത്തോട് ചേർന്ന് നിന്ന് ചെയ്യുന്ന ശുശ്രൂഷയാണ്. അതാ അനേകർക്ക് അനുഗ്രഹമാകുന്നത്. പ്രസംഗിക്കുന്ന എനിക്കറിയാം, ദൈവം ചേർന്ന് നിൽക്കുന്ന അനുഭവം അല്ല, ദൈവം ഇറങ്ങി നിൽക്കുന്ന അനുഭവം, ദൈവം ഒപ്പം നിൽക്കുന്ന അനുഭവങ്ങൾ. ദൈവം നിങ്ങൾക്കും ആ അനുഭവം തരട്ടെ, നിങ്ങളെയും ആ അനുഭവത്തിൽ വളർത്തട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥന സ്വീകരിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം വചനം കേൾക്കുമ്പോൾ നമ്മൾ ഇന്നു മുതൽ നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ തുടക്കമിട്ടതാണ് നിയോഗ പ്രാർത്ഥന.
നമ്മൾ ഇത് ഇനി ഓഗസ്റ്റ്, സെപ്റ്റംബർ 2 മാസം കൂടെ കഴിഞ്ഞ് ഒക്ടോബർ മാസം മുതൽ വീണ്ടും നമ്മൾ നിയോഗ പ്രാർത്ഥന ആരംഭിക്കുന്നുണ്ട്. അത് നമുക്കൊരു അനുഗ്രഹത്തിൻ്റെ മറ്റൊരു തുടക്കമാകണം. അതിനുവേണ്ടി ഒരുങ്ങുന്ന നാളുകളാണ്. നേരത്തെ അറിയിച്ചുവെന്ന് മാത്രം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനൊക്കെ അത് വലിയൊരു നന്മയ്ക്ക് കാരണമാകും, ഒരനുഗ്രഹത്തിന് കാരണമാകും. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, മരണത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം, വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ. സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പത്തും ദൈവം അറിഞ്ഞു നമുക്ക് നൽകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ കുടുംബം, വീട് അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ കുടുംബ ജീവിതം അനുഗ്രഹമുള്ളതാകട്ടെ. നിങ്ങളുടെ ആരോഗ്യം അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ ഇടപാടുകൾ, സാമ്പത്തികം അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ ബിസിനസ് അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ, കൃഷിയിടങ്ങളാകാം, ജോലിയാകാം, എല്ലാം അനുഗ്രഹമായി മാറട്ടെ. പഠനം അനുഗ്രഹമാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സംരക്ഷണം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒരനർത്ഥവും നിങ്ങളെ തൊടത്തില്ല. ഒന്നും നിങ്ങളെ ബാധിക്കുകയില്ല. കാരണം നിങ്ങൾ ദൈവകരങ്ങളിലാണ്. വചനം കേൾക്കുന്ന നിങ്ങളിൽ ദൈവത്തിന് സ്ഥാനമുണ്ട്. നിങ്ങളുടെ ഭവനത്തിൽ ദൈവത്തിന് ഒരു സ്ഥാനമുണ്ട്. ദൈവം ആ ഭവനത്തിലുണ്ട്, ആ വ്യക്തിയിലുണ്ട്. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈ വചനം സാധിക്കുന്നവർക്കെല്ലാം അയച്ചു കൊടുക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.